ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ പൈതണെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പൈതണിന്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൈതൺ ഐട്രേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഐട്രേറ്റേഴ്സ് എന്നുള്ളതും അല്ലെ ആ മൊഡ്യൂളിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിലായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യും ഈ പൈത്തണകത്ത് തന്നെ മറ്റ് മൊഡ്യൂൾസിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലീസ് ഇന്നത്തെ മൊഡ്യൂളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: എന്താണ് സ്റ്റോപ്പ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്? അത് ഇന്നത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സ്റ്റോപ്പ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഇന്നത്തെ മൊഡ്യൂളിലെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഐട്രേറ്ററും ഐട്രബിളും തമ്മിലുള്ള വ്യത്യാസം, ഇത് എന്താണെന്നുള്ളത് പഠിക്കാം. അതേപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഐട്രേറ്ററിലൂടെ ലൂപ്പ് ചെയ്ത് പോകാം, എങ്ങനെ ഒരു ഐട്രേറ്റർ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് സ്റ്റോപ്പ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്ന ചെറിയൊരു മൊഡ്യൂളാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. ഇനി എന്താണ് ഒരു ഐട്രേറ്റർ? ഐട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടെയ്നറായി ഐട്രബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഉള്ള വാല്യൂസിനെ ലൂപ്പ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റ്, ലൂപ്പ് ചെയ്യാൻ അലൗ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് ഐട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഐട്രേറ്ററിന് രണ്ട് പ്രധാന മെത്തേഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഐറ്റർ, രണ്ടെന്ന് പറയുന്നത് നെക്സ്റ്റ്. ഈ രണ്ട് മെത്തേഡുകൾ ഐട്രേറ്റേഴ്സിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് ആണ് ഒരു ഐട്രേറ്ററിനെ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി അതേപോലെ തന്നെ എന്താണ് ഒരു ഐട്രബിൾ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഡേറ്റ ടൈപ്പിനകത്ത് നമ്മൾ പഠിച്ചിരുന്ന ലിസ്റ്റ്, അതേപോലെ തന്നെ ഡിക്ഷണറി, ടപ്പിള്, സെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റ ടൈപ്സ് പഠിച്ചിരുന്നതാണ്. ഈ ഡേറ്റ ടൈപ്സ് എല്ലാം ഐട്രബിൾ കണ്ടെയ്നേഴ്സ് ആണ്. എന്തെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വാല്യൂസ് നമുക്ക് ഈ ഐറ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഐട്രേറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ കഴിയും. ഇനി അത് എങ്ങനെ പോസിബിൾ ആവും? ഓക്കെ, നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യാം? ഫ്രൂട്ട്സ് എന്നൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടു ക്രിയേറ്റ് എ ടപ്പിൾ ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രേപ്സ്. 3 വാല്യൂസ് ഫ്രൂട്ട്സ് എന്നൊരു ടപ്പിള്. ഈ ടപ്പിളിനകത്ത് നിന്ന് എങ്ങനെ നമുക്ക് ഐട്രേറ്റേഴ്സ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഒരു ഐട്രേറ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐട്രേറ്റർ ആക്സസ് ചെയ്യാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാനിപ്പം ITR ഒബ്ജക്റ്റ് എന്ന് പേര് കൊടുക്കുകയാണ്, OB എന്ന് പേര് കൊടുക്കുകയാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഐറ്റർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ഐറ്ററബിൾ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ലിസ്റ്റ് ആണെങ്കിലും ഡിക്ഷണറി ആണെങ്കിലും ടപ്പിൾ ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഐറ്റർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് അതിന്റെ ഐട്രേറ്ററിനെ ആക്സസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഐറ്ററബിൾ ആണ്. ITR ഒബ്ജക്ട് OB എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐട്രേറ്റർ ആണ്. കാരണം ഈ ഐറ്റർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് എന്നുള്ളതിന്റെ ഒരു ഐട്രേറ്റർ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യും. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനകത്ത് വാല്യൂസ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? അതായത് ജസ്റ്റ് പ്രിന്റ് നെക്സ്റ്റ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡിനകത്ത് ITR ഒബ്ജക്റ്റ് കൊടുത്താൽ OB കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റൺ ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇത് ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ഗ്രേപ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഐറ്റർ എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഈ വാല്യൂസിലോട്ടുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തു. അപ്പോൾ ഓരോ തവണ നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഐട്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ITR ഒബ്ജക്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യും? ആ ഫസ്റ്റ് വാല്യൂ ആക്സസ് ചെയ്യും, പ്ലസ് അതിന്റെ പോയിന്റർ സെക്കൻഡ് വാല്യൂയിലോട്ട് പ്ലേസ് ചെയ്യും. അപ്പൊ അടുത്ത തവണ നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോഴോ ആ ഓറഞ്ച് എന്നുള്ള വാല്യൂ സെക്കൻഡ് വാല്യൂ ആക്സസ് ചെയ്യും, പോയിന്റർ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പ്ലേസ് ചെയ്യും. അപ്പൊ അതാണ് ഈ നെക്സ്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. ഇപ്പം ഐറ്ററും നെക്സ്റ്റും ഈ രണ്ട് മെത്തേഡ്സ് ആണ് ഒരു ഐട്രേറ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഐട്രബിൾ ആയിട്ടുള്ള എന്ത് കണ്ടെയ്നേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് അതിന്റെ ഐട്രേറ്ററിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഐട്രേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസിനകത്തോടും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും, കടന്നു പോകാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ അടുത്ത ഒരു കേസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടെക്സ്റ്റ് ഒരു സ്ട്രിംഗ് വാല്യൂ ഹലോ വേൾഡ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ്. ഓക്കെ, ഇതിന് നമുക്കൊരു ഐട്രേറ്റർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെയിം തന്നെ ഞാൻ ITR OB എന്ന് പറഞ്ഞൊരു ഐട്രേറ്റർ
ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെന്ത് യൂസ് ചെയ്യുന്നു? ഐറ്റർ ടെക്സ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് എന്നുള്ള ഐറ്ററബിൾ കണ്ടെയ്നറിൻ്റെ ഒരു ഐറ്ററേറ്ററിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്താൽ മതി? സെയിം കേസ് ഇവിടെ ചെയ്ത കണക്ക് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എച്ച് പ്രിന്റ് ആയി. അപ്പം അടുത്ത ഒന്നുകൂടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രിന്റ്. അതായത് ഈ ഓരോ ക്യാരക്ടേഴ്സും അതിനെ ഒരു അറയിലെ വാല്യൂസ് കണക്ക് ഇത് ആക്സസ് ചെയ്യാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടെക്സ്റ്റ് ഒരു ലിസ്റ്റ് കണക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇമ്മ്യൂട്ടബിൾ ആണ് പക്ഷേ ടെക്സ്റ്റ്. ഓക്കെ, അല്ല സ്ട്രിങ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐറ്ററേറ്റർ ഒബ്ജക്റ്റ് ടെക്സ്റ്റിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ ഇവിടത്തെ ഒരു കേസ് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ 3 വാല്യൂസ് ഉണ്ട്. ഓക്കെ, 3 വാല്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 4th വാല്യൂ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത്. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ റേസ് ചെയ്യും. സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്നുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസ് അതിനകത്തുള്ള വാല്യൂസിനപ്പുറം മോർ ദാൻ ദാറ്റ് വാല്യൂസ് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവിടെ ആ സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്നുള്ള എന്ത് റേസ് ആയിരിക്കുന്നത്? എക്സെപ്ഷൻ റേസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് സ്റ്റോപ്പ്. ഇനി മാനുവലി നമുക്ക് ഒരു ഇൻ കേസ് മാനുവലി നമുക്ക് ഒരു ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ആ വാല്യൂസ് സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാനുവലി ഈ സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്നുള്ള ഇത് റേസ് ചെയ്യാൻ പറ്റും എക്സെപ്ഷൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഓക്കെ, വർക്കിംഗ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കേസ് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾക്ക് ഇതിനെ ലൂപ്പ് ചെയ്യണം എന്നിരിക്കട്ടെ. ഒരു ഐറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ലൂപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ലൂപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോർ യൂസ് ചെയ്യും. ഫോർ ഐ ഇൻ ITR OB. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ വാല്യൂസും അത് കണക്ക് പ്രിന്റ് ആവും. ഹലോ വേൾഡ് കണ്ടോ? അപ്പൊ എങ്ങനെ ഒരു ലൂപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐറ്ററേറ്ററിനകത്ത് ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ സിംപ്ലി ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ITR ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ടെക്സ്റ്റ് ആയില്ലേ? അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്നുള്ള ഒബ്ജക്റ്റ്, ഇതിന് പകരം ഇപ്പൊ ഫ്രൂട്ട്സ് എന്നുള്ള ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്നിരിക്കട്ടെ. സെയിം കേസ് ഈസ് അപ്ലിക്കബിൾ ഓവർ ദെയർ. ഇവിടെ തന്നെ റൺ ചെയ്യാം. ഇത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എന്ത്? ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് എന്നുള്ളത് പ്രിന്റ് ആവും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഐറ്ററേറ്റർ അല്ല ഐറ്ററേറ്റർ ആക്സ് ചെയ്യുന്ന രീതി ഇതാണ്. ഐറ്റർ മെത്തേഡ്, നെക്സ്റ്റ് മെത്തേഡ്, ഈ 2 മെത്തേഡ്സ് ഓർത്തിരിക്കുക നിങ്ങൾ. അപ്പൊ അതിനകത്ത് തന്നെ ലൂപ്പ് ചെയ്യുന്ന കേസിൽ നിങ്ങൾ നെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണമെന്നില്ല. ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് യൂസ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലൂപ്പിനെ നെക്സ്റ്റ് ഓരോ പോയിന്റിലും ഒന്ന് മിസ് ഔട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമുക്കൊരു ഐറ്ററേറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഈ ഐറ്ററേറ്റർ? അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഔട്ട്പുട്ട് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. സെല്ല് ക്ലിയർ. തേർഡ് വൺ, ഇപ്പൊ ക്രിയേറ്റ് ആൻ ഐറ്ററേറ്റർ. ഓക്കെ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് ഇൻക്രിമെന്റ് നമ്പേഴ്സ്, ഇങ്ങനൊരു ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ്സിനകത്ത് ഒരു ഐറ്ററേറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 മെത്തേഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഐറ്ററും നെക്സ്റ്റും. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫൈൻ, ഇപ്പോൾ ഐറ്ററേറ്റർ എന്നുള്ള ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ അത് ജസ്റ്റ് പാസ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് മെത്തേഡ് ഡിഫൈൻ ചെയ്യണം? നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ്. ഈ 2 മെത്തേഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് ഇനി അതിന് ഡെഫിനിഷൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, മെത്തേഡ് ഡെഫിനിഷൻ. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. INC എന്നുള്ളത് എങ്ങനെ ആക്സസ് ചെയ്യാം? INC നമ്പേഴ്സ്. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ എറേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ 2 മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ സെൽഫ് എന്നൊരു പാരാമീറ്റർ പാസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സെൽഫ് പാരാമീറ്റർ പാസ് ചെയ്യണം. കാരണം ഈ സെയിം ക്ലാസിൻ്റെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെൽഫ് എന്ന് പറയുന്നത്. ഇനി ഐറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് റിട്ടേൺ ചെയ്യും? ആക്ച്വലി ഇവിടെ ഐറ്റർ എന്ന് പറയുന്നത് ഈ സെയിം ഒരു ഐറ്ററേറ്റർ ഒബ്ജക്റ്റിനെ അല്ലേ റിട്ടേൺ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ഐറ്ററേറ്റർ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന INC നമ്പേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാം. ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. self.x, അതായത് ഒരു ഗ്ലോബൽ വേരിയബിൾ, ക്ലാസ്സിൽ ആക്സസിബിൾ ആയിട്ടുള്ള x എന്നുള്ള ഒരു വേരിയബിൾ. അതിന് വാല്യൂ ഞാൻ 1 കൊടുത്ത് ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാം? റിട്ടേൺ സെൽഫ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് ആ ഇനിഷ്യൽ വാല്യൂ, അതേപോലെ തന്നെ ആ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാണ്. സെൽഫ് ഒബ്ജക്റ്റ്, സെയിം ക്ലാസ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ഐറ്ററേറ്റർ ഒബ്ജക്റ്റിന് ITR ഒബ്ജക്റ്റിന് എന്ത് ചെയ്താൽ മതി?
ഇത് വേറെ എന്ത് നെയിമും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ITR ഒബ്ജക്റ്റ് എന്ന് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഡിഫറെൻറ്റ് നെയിം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഐറ്ററിന് കോൾ ചെയ്താൽ എന്ത് പറ്റും? ഐറ്റർ എന്ത് പാസ് ചെയ്യണം? INC. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഈ ഐറ്റർ ഒബ്ജക്റ്റ് കിട്ടും. ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കട്ടെ. ഐറ്റർ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്ത് അപ്പം ഇതൊരു ഐറ്ററേറ്റർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ സെൽഫ് തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പ്രിന്റ് ചെയ്യാന്നിരിക്കട്ടെ. നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ നമ്മൾ ഓരോ വാല്യൂസ് ആണ് നൺ റിട്ടേൺ ചെയ്യും. കാണുന്ന വെച്ചാൽ നമ്മൾ നെക്സ്റ്റിന് ഡെഫിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? n എന്നും പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന എന്നിനകത്തോട്ട് ഞാൻ ഈ സെൽഫ് ഡോട്ട് എക്സ് എന്നുള്ള അതായത് കറണ്ട് വാല്യൂ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ 1 ആണല്ലോ കറണ്ട് വാല്യൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി എന്ത് വേണം? ഞാൻ ഈ സെൽഫ് എന്നുള്ളത് ഇൻക്രിമെന്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൽഫ് എന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്യേണ്ട ഒരു തവണ 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നതെങ്കിൽ 1 ഇൻക്രിമെന്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ചെയ്ത സെൽഫ് അല്ല റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതൊരു ഒബ്ജക്റ്റ് റെഫറൻസ് ആയതുകൊണ്ട് നിങ്ങൾ അത് റിട്ടേൺ ചെയ്തത് പകരം എന്ത് റിട്ടേൺ ചെയ്യണം? n എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണം ഇവിടുത്തെ. ഇപ്പൊ എന്ത് പറ്റി? നെക്സ്റ്റിനകത്ത് എന്തോ ചെയ്തേക്കുന്നത്? ഞാൻ ഒരു ടെമ്പററി ഒരു n എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് എക്സിനകത്തുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് എക്സിനെ ഇൻക്രിമെന്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഈ എന്നിനകത്ത് ടെമ്പററി സ്റ്റോർ ചെയ്ത വാല്യൂ, അതായത് ഇപ്പൊ നെക്സ്റ്റ് ഇനിഷ്യൽ കേസിൽ വിളിക്കുന്ന സമയത്ത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? 1. അപ്പം 1 റിട്ടേൺ ചെയ്യണം. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. 1 റിട്ടേൺ ചെയ്തു. ഇതേ പ്രിന്റ് നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്താലോ? 4 തവണ പ്രിന്റ് ചെയ്തു. അപ്പം 1 2 3 4. ഇനി ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുന്ന 2 ആണെങ്കിൽ അത് 2 വെച്ച് 1 ന്ന് 2 വീതം കൂട്ടി. അത് വേണമെങ്കിൽ 3 ആണെങ്കിൽ എന്ത് വാല്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻക്രിമെന്റ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം 1 2 3 4 പ്രിന്റ് ചെയ്തു. ഇനി ഇവിടുത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് ഇൻഫിനിറ്റ് വാല്യൂസ് വരെ പോവാം ഇതിനകത്ത് നെക്സ്റ്റ് യൂസ് ചെയ്ത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഇത് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് റൺ ചെയ്യാറുണ്ട്. ഫോർ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ട? ഫോർ i in ITR ഒബ്ജക്റ്റ് പ്രിന്റ് i. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്? ഇത് എൻലെസ് ആയിട്ട് ഈ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? 1 2 3 4 ഒരുപാട് ഔട്ട്പുട്ട് ഒരുപാട് വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. കണ്ണിൽ റൺ ചെയ്യുന്നത് ഞാൻ ഈ സെല്ല് ക്ലിയർ ചെയ്യാം. എല്ലാ ഔട്ട്പുട്ടും ക്ലിയർ ചെയ്യട്ടെ. അപ്പം ഈ പ്രിന്റ് ഐ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻലെസ് ആയിട്ട്. അപ്പം എന്ത് വേണം? നമുക്ക് എവിടെയെങ്കിലും ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം, വേണ്ടേ? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന കേസാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ സ്റ്റോപ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ എഴുതാം. ഇഫ് സെൽഫ് ഡോട്ട് എക്സ്, ഇപ്പം നിങ്ങൾക്ക് 10 വരെ മതി മാക്സിമം, ലെസ് ദാൻ 11 ആണെങ്കിൽ മാത്രം ഇത് റിട്ടേൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൽസ് റൈസ് സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് എഴുതുക. ഇനി ജസ്റ്റ് ഇത് വീണ്ടും റൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് പറ്റി? 10 വരെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു പ്രിന്റ് കൊടുക്കുമെന്നിരിക്കട്ടെ. 10 വരെയായി പ്രിന്റ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ITR OBJ എന്നിരിക്കട്ടെ. എന്തായിരുന്നു? ITR OBJ എന്തായിരുന്നത്? നമ്പർ സ്റ്റോപ്പ് ഐറ്ററേഷൻ. കണ്ടോ? അപ്പോൾ ഇനി ഞാൻ 11ാമത്തെ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, 11ാമത്തെ വാല്യൂ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ എക്സെപ്ഷൻ റേസ്. ഇതാണ് സ്റ്റോപ്പ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻ കേസ് നമുക്ക് ഇതിനെ ലിമിറ്റ് ചെയ്യണം, ഐറ്ററേഷൻ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതിനെ ലിമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് പഠിച്ച്? ഐറ്ററബിൾ ഐറ്ററേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ച്, അതെങ്ങനെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റും ഐറ്ററും എന്താണെന്ന് പഠിച്ച്, എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐറ്ററേറ്റർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ച്, എന്താണ് സ്റ്റോപ്പ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പഠിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ മൊഡ്യൂളിലുള്ള. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പരമാവധി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്യും. മറ്റേ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത മൊഡ്യൂളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.